വെറും അതമ്പതിച്ച രാഷ്ട്രീയം കളിക്കരുത്. ഇങ്ങനെ പറഞ്ഞത് കോടതിയാണ്. ആ വഴിക്ക് കോടതി വടിയെടുക്കുന്നത് മുഖ്യന്റെ കൂട്ടാളികൾക്ക് നേരെയാണ്. ഒപ്പം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെയുമാണ്. പറഞ്ഞു വരുന്നത് കോൺഗ്രസിനെ നേർക്കുനേർ തോൽപ്പിക്കാനാവില്ല. അതുകൊണ്ടാണ് CPM-ഉം BJP-യും വളഞ്ഞ വഴികൾ നോക്കുന്നത്. എന്നിട്ട് കോൺഗ്രസിന്റെ നേതൃത്വം പോരാ എന്ന് പറഞ്ഞു പരത്തുകയും അതിനു കുറെ മാധ്യമപ്പടയെ വില കൊടുത്ത് വാങ്ങിവെക്കുകയും ചെയ്യും. കഴിഞ്ഞ 10 വർഷമായിട്ട് കേന്ദ്രവും കേരളവും ഒരേ രീതിയാണ് രാഷ്ട്രീയത്തിൽ പിന്തുടരുന്നത്. ആ രീതിയിൽ വോട്ടർ പട്ടിക മുതൽ EVM അടക്കം മൊത്തം അട്ടിമറി നടത്തിക്കൊണ്ടാണ് ഈ രാജ്യം ഇപ്പോൾ BJP ഭരിച്ചു മുടിക്കുന്നത്. ഇക്കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലത്തിലും BJP 100-ൽ താഴെ മാത്രം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അതുകൊണ്ടാണ് കോൺഗ്രസ് നാഴികയ്ക്ക് 40 വട്ടവും അട്ടിമറി എന്ന് ആവർത്തിക്കുന്നത്. അല്ലാതെ BJP-യുടെ മൂട് താങ്ങി നടക്കുന്ന പത്മജ വേണുഗോപാൽ പറയുന്നത് പോലെ കോൺഗ്രസിനെ തോൽപ്പിച്ചത് ജനങ്ങളല്ല, BJP എന്ന പാർട്ടിയുമല്ല. പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അട്ടിമറി മാത്രമാണ്. അതേ പരിപാടി ഇപ്പോൾ അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പയറ്റിയിരിക്കുന്നു. പക്ഷേ ഇവിടെ CPM കൂടി അതിന് ഒത്താശ പാടുന്നു, കൂട്ടുനിൽക്കുന്നു എന്ന് മാത്രം. അങ്ങനെയാണ് മുട്ടട വാർഡിലെ വൈഷ്ണ സുരേഷ് എന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റിയത്. തിരുവനന്തപുരത്ത് 6 മാസം നീണ്ട കണക്കെടുപ്പ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ആദ്യം തന്നെ അടിയും പിടിയും ഒന്നുമില്ലാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അതിന്റെ കടക്കിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തിവെച്ചത്. അതോടെ വൈഷ്ണയും കോൺഗ്രസും കോടതിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. എന്നാൽ അവിടെയാണ് ട്വിസ്റ്റ്. മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ SLനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയിൽ വിമർശനവുമായി ഹൈക്കോടതി. പേര് ഒഴിവാക്കിയത് അനീതിയാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഒരാൾ മത്സരിക്കാൻ ഇറങ്ങിയതാണെന്നും സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിച്ചെന്നും രാഷ്ട്രീയ കാരണത്താൽ ഒഴിവാക്കുകയല്ല വേണ്ടതെന്നും ഹൈക്കോടതി പറഞ്ഞു. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി എടുക്കണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇല്ലെങ്കിൽ അസാധാരണ അധികാരം പ്രയോഗിക്കുമെന്നും ഹൈക്കോടതി പറഞ്ഞു. സാങ്കേതിക കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം നിഷേധിക്കരുത്. ഒരു പെൺകുട്ടി മത്സരിക്കാൻ നിൽക്കുമ്പോഴാണോ ഇത്തരം പ്രശ്നങ്ങളെന്നും കോടതി ചോദിച്ചു. അതേസമയം 23,000-ഓളം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന അതികഠിനമായ തെരഞ്ഞെടുപ്പ് ഇങ്ങ് കേരളത്തിൽ നടക്കുന്നതിനിടയിലാണ് കമ്മീഷൻ SIR-മായി വന്നിരിക്കുന്നത്. അതിന്റെ പേരിലുള്ള ജോലി സമ്മർദ്ദം മൂലം രാജസ്ഥാൻ മുതൽ ഇങ്ങ് കേരളത്തിൽ വരെ BLO-മാർ ആത്മഹത്യ ചെയ്യുകയാണ്. ഇതൊന്നും നോക്കി നിൽക്കാനാവാത്തതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആഞ്ഞടിക്കുകയാണ്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അല്ല, BLO മരിച്ചതിനെ കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും ഗൗരവതരമായൊരു അന്വേഷണം നടത്തണം. കാരണം ആദ്യം വന്നിരിക്കുന്ന റിപ്പോർട്ട് അമിതമായ ജോലിഭാരമാണെന്നാണ്. ഞാൻ ഇന്നലെ സന്ധ്യയ്ക്കും ഒരു BLO-യെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പരാതിപ്പെട്ടത് ഇതെങ്ങനെ ചെയ്തു തീർക്കും എന്നൊരു ആദ്യം പറഞ്ഞു. കാരണം ഇത് വല്ലാത്ത ഒരു ജോലിയാണ് ഈ സമയത്തുള്ളത്. ഇത് അമിതമായ ജോലിയാണോ BLO-മാർക്ക് കൊടുക്കുന്നതെന്ന് പരിശോധിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരുമാണ്. സർക്കാരിൻ്റെ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊരു ഒറ്റപ്പെട്ട കേസായി പരിഗണിക്കാതെ ഗൗരവതരമായി അന്വേഷിക്കണം. ഒരു കാര്യം സത്യമാണ്, എല്ലാ BLO-മാർക്കും അമിതമായ ജോലിഭാരം ഉണ്ട്. കാരണം SIR എന്ന് പറയുന്നത് അത്രയും ബൃഹത്തായ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ ഒരു വശത്ത് നടക്കുമ്പോൾ നടത്തേണ്ട ഒരു പ്രോസസ്സല്ല. ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ അതിശക്തമായി അതിനെ എതിർത്തതാണ്. അതിനെ മറികടന്നുകൊണ്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അടിച്ചേൽപ്പിക്കുന്നത് പോലെ അടിച്ചേൽപ്പിച്ചത്. കേരളത്തിലൊരു വ്യത്യാസം കൂടിയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്നില്ല. അസംബ്ലി ഇലക്ഷനേക്കാൾ വലിയ പ്രോസസ്സാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ. 23,000-ലധികം വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതൊരു വലിയ പ്രോസസ്സാണ്. അസംബ്ലി ഇലക്ഷനേക്കാൾ വലിയ പ്രോസസ്സാണ്. അപ്പോൾ അത് ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. അപ്പോൾ അത് ഗവൺമെൻറ് അത് എന്താണ് എന്ന് പഠിച്ച് അത് ഇലക്ഷൻ കമ്മീഷനും ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതി പോകുമ്പോൾ കോടതിയിലും ആ ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ട്, പോലീസിൻ്റെ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഇലക്ഷൻ കമ്മീഷൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ പറയുന്നതിന് പകരം ഇത് അന്വേഷിച്ച് യഥാർത്ഥ വിവരം പുറത്തു വരാം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അമിതമായ ജോലിഭാരം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളോട് പോലും ഫോണിലും നേരിട്ടും ഞാൻ പറഞ്ഞില്ല, ഇന്നലെ സന്ധ്യയ്ക്ക് എനിക്ക് പരിചയമുള്ളൊരു BLO എന്നോട് പരാതി പറഞ്ഞു. ഭയങ്കര ജോലിഭാരമാണ്, പണി തീരുന്നില്ല, ടെൻഷനാണെന്ന് പറയും. പിന്നെ മാത്രമല്ല മുകളിൽ നിന്നുള്ള സമ്മർദ്ദവും ഇതാണ് ഇപ്പോൾ ഈ ആത്മഹത്യക്ക് വഴിവെച്ചതെന്ന് പറയുന്നത്. ഇനി അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആരുടെയും മീതെ അങ്ങനെ ജോലി അടിച്ചേൽപ്പിക്കാൻ പറ്റില്ലല്ലോ, ചെയ്യാൻ പറ്റാത്തത്.